സംവിധായകനും എഡിറ്ററും ഒക്കെ ആയിട്ടുള്ള ശ്രീ മഹേഷ് നാരായണൻ. ഇതിനകത്തിപ്പം അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് വലിയ 2 താരങ്ങളാണ്. അവർ ആക്ച്വലി അതിനകത്ത് അവരുടെ താരത്തിൻ്റെ ബേർഡൻ ഷ്രെഡ് ചെയ്തിട്ടാണ് അവർ ആക്ച്വലി വന്ന് അഭിനയിച്ചത്. അതവർ പറഞ്ഞിട്ടുമുണ്ട് പലപ്പോഴായിട്ട്, ഞങ്ങൾ ഇതിനകത്ത് താരങ്ങളായിട്ടല്ല അഭിനയിച്ചേക്കുന്നത്, ഞങ്ങൾ കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കൂട്ടം ആൾക്കാർ തുനിഞ്ഞിറങ്ങി ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്ന് കമൽഹാസൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണോ പ്രശ്നം എന്ന് ചോദിച്ചു. നിങ്ങൾ കേരളത്തിലുള്ള മനുഷ്യരല്ലേ ചോദിച്ചു. തമിഴ്നാട്ടിൽ കാണുന്നവർക്ക് ഇത് കുഴപ്പമില്ല, കാരണം അവർക്ക് ദേ ആർ സീയിങ് ദം ആസ് ആക്ടേഴ്സ്. ഇങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ ശരിക്കും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യില്ല എല്ലാവരെയും. വേറെ തരം സിനിമയായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഫറഹ എന്ന് പറഞ്ഞൊരു സ്ഥലപ്പേര് ഫിക്ഷണലാണ്. കിം ജോങ് ഉൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, കൊറിയയുടെ ഒരു ഡിക്റ്റേറ്ററാണ്. പുള്ളിയുടെ ബ്രദറിനെ ഇവർ എലിമിനേറ്റ് ചെയ്ത ഒരു സംഭവം ഒരു എയർപോർട്ടിൽ വെച്ചിട്ടാണ്, മലേഷ്യയിലായിരുന്നു. അതുപോലെ തന്നെ റഷ്യയിൽ പുടിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നൊരു അലക്സി നവാൽനി എന്ന് പറഞ്ഞ ഒരാളെ അങ്ങോട്ട് എക്സ്ട്രാക്ഷൻ നടന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് അവൈലബിൾ ഫോർ സെയിൽ. പല ഡേറ്റയും അവൈലബിൾ ഫോർ സെയിൽ ആണ്. ഇതിന്റെ മൈക്രോഫോൺ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, ക്യാമറ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ആ ഒരു എൻവയോൺമെന്റ് ആണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്. ഷെയിം ഈസ് ഗ്രേറ്റർ ദാൻ ഗിൽറ്റ്. നാണക്കേടിന്റെ ഭാരമുണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ മാനുഷികത കാണിച്ചാൽ മാത്രമേ സൂപ്പർ സ്റ്റാർസ് ആവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ മാറി. ബേസിക്കലി യു ഹാവ് ടു തിങ്ക് ദം ആസ് ആക്ടേഴ്സ് അല്ലേ, നമ്മളൊരു മനുഷ്യരല്ലേ അവർ എന്തൊക്കെ പറഞ്ഞാലും. നമസ്കാരം, ചാർട്ടഡ് ഭക്തൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം കുറച്ച് സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുന്നത് സംവിധായകനും എഡിറ്ററും ഒക്കെ ആയിട്ടുള്ള ശ്രീ മഹേഷ് നാരായണൻ. നമസ്കാരം. നമസ്കാരം. സുഖമല്ലേ? ഇതൊരു കാഷ്വൽ കോൺവെർസേഷനായിട്ട് പോയാൽ മതി, ഒരു റെഗുലർ ഒരു ഇൻ്റർവ്യൂ പാറ്റേണിൽ പോവാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ടോപ്പിക് ഉണ്ടല്ലോ ചർച്ച ചെയ്യാൻ, അല്ലേ? എങ്ങനെ പോകുന്നു പാട്രിയറ്റ്? ഓക്കെ, ഞാൻ കണ്ടു ഇന്നലെ രാത്രിയിൽ. ഇപ്പോൾ താങ്കളുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ആ സിനിമ പോയി കാണണമല്ലോ, എന്നാലേ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ വൈകിട്ടാണ് പോയി കണ്ടത്, കാരണം ഫസ്റ്റ് ഡേകളിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ ഇന്നലെ രാത്രി 11 മണിക്കത്തെ ഷോയാണ് പോയി കണ്ടത്. ഞാനും ശ്വേതയും കൂടെ പോയി കണ്ടു. സിനിമയെപ്പറ്റി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. സിനിമ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ് കണ്ട് ആ ഒരു മനസ്സിലാണ് ശരിക്കും സത്യം പറയാൻ പോകുന്നത്. കാരണം നെഗറ്റീവ് കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രതീക്ഷയില്ലാണ്ട് പിന്നെ പൊട്ടപ്പടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ റിവ്യൂസൊക്കെ കണ്ട് ഞാൻ അതെന്താ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. നമുക്കറിയാമല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ. താങ്കളെപ്പോലുള്ളൊരു സംവിധായകൻ ചെയ്യുമ്പോഴത്തേക്കിനും ലൈക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. എന്താന്നുള്ളത് നോക്കി ഞാൻ പടം ഇൻ്റർവെല്ലായി. അപ്പം ഞാൻ ശ്വേത കൂടെ പറഞ്ഞു, ഇതിനകത്ത് എന്താ മോശം, ഇത് കൊള്ളാമല്ലോ, ഭയങ്കര ത്രില്ലിംഗ് ആണ്, ഞങ്ങൾക്ക് ആകാംക്ഷാഭരിതമായിട്ട് ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ശ്വേത പറഞ്ഞു, നോക്കാം, ഇൻ്റർവെൽ കഴിഞ്ഞ് എന്താണെന്ന് നോക്കാം, സെക്കൻഡ് ഹാഫ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു, കൊള്ളാം. മോഹൻലാൽ മരിച്ച മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മോഹൻലാൽ മരിച്ചൊരു സ്പോയിലർ ആണെങ്കിലും അത് ഔട്ടാണ്. ലൈക്ക് എവറിബഡി നോസ് ദാറ്റ് മോഹൻലാൽ മരിക്കും എന്നുള്ളത്. അത് മാത്രം ലൈക്ക് അത് അസ് എ പ്രേക്ഷകൻ, അത് അസ് എ സംവിധായകൻ താങ്കളുടെ കഥയാണ്, കഥയ്ക്കകത്തുള്ളതാണ്, അത് അങ്ങനെ പോകുന്നതാണ്. പക്ഷേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അത്ര. അല്ലാതെ ബാക്കി എല്ലാം അടിപൊളി, ആസ് യൂഷ്വൽ എഡിറ്റിംഗ് അടിപൊളി, മ്യൂസിക് അടിപൊളി. പിന്നെ കുറ്റം പറയാനാണ് ഒത്തിരി കുറ്റങ്ങൾ ആർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് ലോജിക്കൽ എറേഴ്സ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓഫ് കോഴ്സ്. ഓക്കെ, സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് പാട്രിയറ്റ്? ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുറച്ച് കാലത്തെ ജേണിയാണ്. അപ്പം എത്ര വർഷത്തെ ജേണിയാണ് ഇതിപ്പോൾ? എനിക്കൊന്ന് 2 കൊല്ലം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എഴുത്ത് തൊട്ട് പിന്നെ പ്രൊഡക്ഷൻ, ഷൂട്ട്, അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ കഴിഞ്ഞ് 2 കൊല്ലം എടുത്തിട്ടുണ്ട് ഈ പടത്തിന്. ഓക്കെ, 2 കൊല്ലത്തൊരു ജേണി. പിന്നെ എൻ്റെ സിനിമകളുടെ സ്വഭാവത്തിലുള്ളൊരു സിനിമ തന്നെയാണ് പാട്രിയറ്റും. അപ്പോൾ താരങ്ങളായിട്ടല്ല ആൾക്കാർ വന്നേക്കുന്നത്, ആൾക്കാർ ആക്ടേഴ്സായിട്ടാണ് വന്നേക്കുന്നത്. അതൊരു പോയിന്റാണ്. ഞാൻ ഭയങ്കര മാസ് ഇൻട്രോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുക. അന്നേരം ഒരു ബ്ലർ സ്ക്രീനിൽ ഇതേ മമ്മൂട്ടിയുടെ വിഷ്വൽ വരുന്നേ. അല്ല, നമ്മളൊരു സൂപ്പർ താരങ്ങളുടെ പടം എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. ആ ഒരു റെഗുലർ എക്സ്പെക്റ്റേഷൻ വരാത്തതായിരിക്കാം ചിലപ്പോൾ ആളുകൾ നെഗറ്റീവ് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു രജനീകാന്തിൻ്റെ പടം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് രജനീകാന്തിൻ്റെ മിനിമം 2 ഇൻട്രോ ഉണ്ടാവും. പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പല പല ഇൻട്രോസ് വേറെ ഉണ്ടാവും. മാസ് കാണിക്കണമല്ലോ, മാസ് കാണിപ്പിച്ച ആൾക്കാരെ കൊണ്ട് കൈയ്യടി നേടിക്കണ്ടേ. അതൊക്കെ ഒരു പഴയ ട്രെൻഡല്ലേ, അതൊക്കെ മാറണ്ടേ? അതെന്താ? എനിക്ക് തോന്നുന്നു, ഞാൻ ഇതിനകത്ത്
കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ ആ കഥാപാത്രങ്ങളുടെ ഗ്രോത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇമോഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ലാൽ സാറിൻ്റെ ഇമോഷനും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഇത് കേട്ട് ഓക്കെ ഈ കഥയെ ഞാൻ ചെയ്യാം എന്ന് തീരുമാനിച്ചാണല്ല. നമ്മളിപ്പോൾ ഒരു ഓൺസെമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പടമല്ല. ഇപ്പം പലരും പറയുന്നത് ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ അഭിനയിക്കുമ്പോൾ അവരെനിക്ക് തോന്നുന്നു ഈ കഥയോടുള്ള ഇഷ്ടം കൊണ്ടും ഓക്കെ ഇയാളുടെ ഒരു ഫിലിം മേക്കർ എന്നുള്ള ലെവലിലൊരു താല്പര്യം കൊണ്ടുമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അത് ഞാൻ എത്രത്തോളം എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ അത് കൺസീവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാൻ എന്നെ മനസ്സിലാക്കുന്നത്. എപ്പോഴും ഒരു കോർ ഐഡിയ എടുത്തിട്ടാണ് എപ്പോഴും സിനിമ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് സിനിമ മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അപ്പോൾ ഞാനൊരു സിനിമ നിരൂപകനോ അങ്ങനെ സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സംസാരിക്കാം. പക്ഷെ നിങ്ങളുടെ പൊതുവെയുള്ള ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇപ്പോൾ നിങ്ങളുടെ പലതരത്തിലുള്ള ഇൻ്റർവ്യൂസും ഒക്കെ ഞാൻ കാണാറുണ്ട്, നിങ്ങളുടെ യാത്രകളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ എന്തുകൊണ്ട് ഇത്രയും പൈസ കുറച്ച് ഡാറ്റ കൊടുക്കുന്നു, അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ്? അപ്പോൾ അതിനിപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ പെരിസ്കോപ്പ്, എല്ലാവരും പറഞ്ഞു പെരിസ്കോപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക്, അതായത് അതൊരു പേരാണെങ്കിലും അത് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. പിന്നെ ഒരു ടെക്നോളജിയുടെ മിസ്യൂസ് എത്രത്തോളം പോകുന്നു, ഫൈനലി എൻഡ് യൂസറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് എങ്ങനെയാണ് ബാധിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ അടുത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകളുണ്ട് പലതും. അതിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഇത് വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം, അങ്ങനത്തെ ഇപ്പോൾ ഈ പടത്തിൽ തന്നെ പറയുന്നൊരു ലൈനുണ്ട്, ഇപ്പോൾ ഈ ഷെയിം ഈസ് ഗ്രേറ്റർ ദാൻ ഗിൽട്ട് എന്ന് പറയുന്നത്. അതൊരു തേർഡ് വേൾഡ് കൺട്രികളുടെ ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഒരു ഏഷ്യൻ കൺട്രികളിൽ പൊതുവേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ നാണക്കേടിൻ്റെ ഭാരമുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപമാനഭാരം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നൊരു സംഭവം. അപ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളിങ്ങനെ നിൽക്കുന്നുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മളുടെ സ്വകാര്യത എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പം. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു ടോപ്പിക്കിനകത്ത് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ പടം എന്തായാലും പടം ഇറങ്ങിയത് കൊണ്ട് തന്നെ അതിനകത്ത് ഇത് തുടങ്ങിയ വ്യക്തിയും ഒരു എക്സ് മിനിസ്റ്ററായിട്ട് നിൽക്കുന്ന ഒരാൾ, ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫൈറ്റ് ഒരു സ്കൂൾ കുട്ടി ഫിനിഷ് ചെയ്യുന്നതാണ് പടം. അപ്പോൾ അതിൻ്റെ ട്രാവലിൻ്റെ കൂടെ വന്നു പോകുന്ന കുറേയധികം ക്യാരക്ടേഴ്സ്, പ്ലോട്ട് ഡ്രിവൺ ആയിട്ടുള്ള കഥ. അപ്പോൾ അങ്ങനൊരു കഥയിൽ ഇവരൊക്കെ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഹൈ. പിന്നെ ആ കഥാപാത്രം കേട്ടിട്ട് ആ കഥാപാത്രം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടല്ലേ ലാലേട്ടനാണെങ്കിൽ പോലും മെസ്സേജ് പറഞ്ഞത് വന്നതുമല്ല. തീർച്ചയായിട്ടും അല്ലേ? അതെന്തായാലും വലിയ കാര്യമാണ്. ശരിക്കും ഈ റീസെൻ്റായിട്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങളിൽ കുറേ ടെക് ഡ്രിവൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല സംഭവങ്ങളും. അതിനകത്ത് ഇപ്പം മമ്മൂക്ക ഒരു യൂട്യൂബറായിട്ട് മാറുന്നു, എന്നിട്ട് അദ്ദേഹം ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പറയുന്നു. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഇന്നലെ രാത്രി സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫോണിലുള്ള അൺനെസസറി ആയിട്ടുള്ള കുറേ ആപ്പുകൾ വരെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. വലിയൊരു കാര്യം, ഒരുപാട് പേര് പറഞ്ഞു എന്നോട്, ഒരുപാട് പേര് പറഞ്ഞു. കാരണം ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ആക്സസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ അതിനകത്ത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് എപ്പിസോഡ് പോലും നമ്മൾ ഫോണിലൂടെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോകുന്നത്. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് ഒരു ഫോണിലൂടെ എങ്ങനെയാണ് ഒരാളുടെ ലൈഫ് കിട്ടുന്നതെന്നുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഫോൺ നന്നാക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 10 തവണ ആലോചിക്കും ഇതെവിടെ കൊടുക്കുന്നു, ഏത് ട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഉണ്ടായിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയായിരിക്കാം അതിനകത്ത് പോകുന്നത്. ഇത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അപ്പം നമ്മൾ ഇത്തരം ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാറ്റ ഈ അനലിറ്റിക്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ തരത്തിലാണെന്ന്, ഇപ്പോൾ കീവേഡ് സെർച്ചുകൾ ഏതൊക്കെ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോലും നമുക്കൊന്നും അറിയില്ല. നമ്മൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങളൊരു മൈക്രോഫോൺ എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഇതൊരു കാര്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇത് വയേർഡാണ്. പക്ഷേ ഈ വയേർഡ് ആണെങ്കിൽ പോലും ഇതിനകത്ത് എവിടെയോ ഒരു വയർലെസ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, വിച്ച് ഈസ് അപ്ലോഡഡ് ടു സം ക്ലൗഡ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളൊരു ഡ്രൈവിനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ഡ്രൈവിൻ്റെ സ്റ്റോറേജ് എവിടെയാണ്? ഡു യു നോ ദാറ്റ്? യു ഡോണ്ട് നോ ദാറ്റ്. അപ്പോൾ അത് എവിടെയാണ് പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ധാരണയില്ല. അത് എല്ലാവരും നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിനെ നമ്മൾ ഇതിൻ്റെ അനലിറ്റിക്സ് എങ്ങനെ പോകുന്നു, പിന്നെ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ലോൺ ആപ്പുകൾ ഫങ്ഷൻ ചെയ്യുന്ന രീതി വളരെ ഇൻസ്റ്റൻ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഒരു ലോൺ സാങ്ഷനായി
ഒരു ചെറിയ പൈസ ആയിരിക്കും, ചിലപ്പോൾ 10,000 രൂപയായിരിക്കും, 20,000 രൂപയായിരിക്കും, 1,00,000 രൂപയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പൈസകൾ ഇങ്ങനെ അത് തിരിച്ചടയ്ക്കാൻ അടുത്ത ലോൺ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഒന്നും വായിച്ചു നോക്കുന്നില്ല. ബേസിക്കലി നമ്മൾ ഇത്രയും ഒരു സീസണിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ IPL-ൻ്റെയൊക്കെ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ലോൺ ആപ്പുകളുടെ പരസ്യങ്ങളായിരുന്നു. അപ്പം ഇത്രയധികം ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ടോ? ഈ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ പാരൻറ്റ് കമ്പനീസ് എവിടെയാണ്? ഈ പാരൻറ്റ് കമ്പനീസ് ഒന്നും ഇരിക്കുന്ന ഇന്ത്യയിലൊന്നും അല്ല. പലയിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സെർവറുകൾ അവിടെ ഇരിക്കുന്നത്, ഇതെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഡെഫിനറ്റ്ലി മലയാളത്തിൽ പറയേണ്ട ഒരു വിഷയമാണെന്നും മലയാളികൾ അറിയേണ്ട ഒരു വിഷയമാണെന്നും ആ കഥയ്ക്കകത്ത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെയും ഒരു റൂട്ട് കോസ് നമ്മൾ പറയണമല്ലോ. ഫ്രം വേർ ദിസ് കംസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഡാനിയൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഡെലമ. അപ്പോൾ ഡാനിയലിൻ്റെ ഡെലമ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളിപ്പോൾ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ്, അത് ചിലപ്പം ഒരു ഫോണാവണമെന്നില്ല, ഞാൻ പറയുന്ന അല്ലാത്തൊരു ഗാഡ്ജറ്റ് മേടിച്ച് കൊടുക്കുന്ന സമയത്ത് അതിന് നിങ്ങൾക്കൊരു നിങ്ങളെ പീഡിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം ആലോചിക്കും, ഡെഫിനറ്റ്ലി ആലോചിക്കും. അതിപ്പോൾ ഭക്ഷണമാണെങ്കിലും ആലോചിക്കും. ഈ ഭക്ഷണം ഒരു ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, ഈ ചോക്ലേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ഈ കുട്ടി പല ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഈ ചോക്ലേറ്റിനകത്തെ കണ്ടൻറ്റ് നാളെ ഒരു ദിവസം പ്രശ്നമാണ് എന്ന് നമ്മൾ അറിയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലോട്ട് ഡെലമ ഉണ്ടാവുമല്ലോ. ഇതെവിടെയൊക്കെ പോയി, എങ്ങോട്ടൊക്കെ ഷെയർഡായി എന്ന് പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന് വേണ്ടി സാങ്ഷൻ ചെയ്തൊരു പ്രോഗ്രാം മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. വേറൊരു പ്രോഗ്രാം ആ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് വേറൊരു പർപ്പസിനാണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഫോർ എ ഡിഫൻസ് പർപ്പസ്. അതൊരു സ്കൂൾ കുട്ടിയുടെ ലാപ്ടോപ്പിൽ എത്തുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എങ്ങനെയാണ് അതിന് അതെന്താണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്കെയറിയാണ്. അപ്പോൾ ഇതിൻ്റെ മൈക്രോഫോൺ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്യാമറ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു എൻവയോൺമെൻറ്റാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് ഈ പടം ചെയ്യാൻ. ശരിക്കും ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നൊരു സോഴ്സ് കോഡ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടല്ലോ. അതായത് ഈ CCTV ക്യാമറ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഹിക്വിഷൻ പോലെയുള്ള പല കമ്പനികളും സോഴ്സ് കോഡ് റിവീൽ ചെയ്യണമെന്ന് പറയുകയും അവരുടെ സെർവേഴ്സ് ഇന്ത്യയിലാക്കണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ഇനിയിപ്പോൾ അത് വേറെ പല പേരിൽ ഇവിടെ തന്നെ ലോക്കലി പ്രൊഡക്ഷനൊക്കെ തുടങ്ങും. എന്നിരുന്നാലും അങ്ങനെ കുറച്ച് പരിപാടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ, ഡേറ്റ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും കേസുകളും മറ്റും കണ്ടിട്ടുള്ള US-ലാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട്. US-ലാണോ? എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ട്രെഡ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ട്. ഈ ട്രെഡ് സ്റ്റോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഒരു വലിയ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഫേസ്ബുക്ക് ആക്സസ് ചെയ്യാൻ ആരുടെ അനുവാദം വേണ്ട. നിങ്ങൾക്കൊരു കോർട്ട് ഓർഡർ പോലും ആവശ്യമില്ല. യു ക്യാൻ ഡയറക്ട്ലി ജസ്റ്റ് അവരുടെ ആൾക്കാർക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഈ കേംബ്രിഡ്ജ് അനലിറ്റിക്ക ഒരു എലക്ഷൻ റിഗ് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? എലക്ഷൻ റിഗ് ചെയ്യുന്നത് തന്നെ ഈ അനലിറ്റിക്സ് വെച്ചിട്ടാണ്. ഫേസ്ബുക്കിൻ്റെ ഓണർ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ഡാറ്റ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവർ ഓൾറെഡി ഇതിനു മുമ്പ് പലവണ സ്യൂ ചെയ്തിട്ടുള്ളതാണല്ലോ. അവർ പറഞ്ഞല്ലോ ഈ ഡാറ്റ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം പിന്നെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് അവൈലബിൾ ഫോർ സെയിൽ. പല ഡേറ്റയും അവൈലബിൾ ഫോർ സെയിലാണ്. എനിക്ക് പേഴ്സണലി പല ആൾക്കാരും ഡേറ്റ പർച്ചേസ് ചെയ്യുന്നതും ഈ പരിപാടികൾ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. മാർക്കറ്റിംഗ് പർപ്പസുകൾക്ക് എൻ്റെ ഫോണിൽ എൻ്റെ ഫോണിൽ അങ്ങനെ അധികം കോൾസ് ഒന്നും വരാറില്ല. എനിക്കെല്ലാം മെസ്സേജുകളാണ് വരാറുള്ളൂ. പിന്നെ എല്ലാം ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ വൈഫിനെയൊക്കെ ആയിരിക്കും ആൾക്കാർ കോൺടാക്ട് ചെയ്യുക പല കാര്യത്തിനൊക്കെ. എനിക്ക് ആകെ വരുന്ന കോൾസ് ക്രെഡിറ്റ് കാർഡ് വേണോ അല്ലെങ്കിൽ വേറെ, കാരണം 10-15 വർഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്പറാണ്. അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. അപ്പം അത് എത്ര DND എനേബിൾ ചെയ്തിട്ടാലും ഈ കോളുകൾ വരും. അപ്പം ഞാൻ ചോദിക്കുന്ന സമയം ഈ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത്? സർ, നമുക്ക് ഡേറ്റാ ബേസിൽ പ്രൊവൈഡ് ചെയ്ത നമ്പറാണ് ഇത്, അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നമ്പറാണ്. ഇപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇത് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പം അഡ്മിഷൻ്റെ സമയമല്ലേ, ഈ എൻട്രൻസ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത കുട്ടികളുടെ ഡേറ്റ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്ല, അതും ഈ പടത്തിനകത്ത് ഇപ്പം നമ്മൾ ഈ പറയുന്നുണ്ട്. ഇപ്പം ഈ പടത്തിനകത്ത് A+ കിട്ടിയ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഈ പെർട്ടിക്കുലർ ലാപ്ടോപ്പ്. സോ അപ്പോൾ അവർ ക്വാളിഫൈഡ് ആണെന്ന് ഇവർക്കറിയാം. സോ അവരുടെ ക്രെഡിബിലിറ്റി ഇവർക്കറിയാം. സോ അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെല്ലാം കൂടെ വെച്ചിട്ട് ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷനാണ്. വളരെ സിമ്പിളാണ്. അപ്പം ഏതൊക്കെ കുട്ടികൾ എന്തൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, കേസ് സ്റ്റഡി, അതിനെ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള സാമ്പത്തികം ഏതൊക്കെ തരത്തിൽ നമുക്ക് സോഴ്സ് ചെയ്യാം, അതിനുള്ള കോളുകൾ അടുത്തതായി. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചടയ്ക്കാനുള്ള സോഴ്സുകൾ അടുത്തതായി. അപ്പം ഇതിനെ പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആയി, പിന്നെ അടുത്തടുത്ത പ്രശ്നങ്ങളായി. അപ്പോൾ ഇതിനെല്ലാം സാധനങ്ങളും ഇവർക്ക് തന്നെ കിട്ടുകയാണ്.
ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എക്സ്കവേറ്റ് ചെയ്ത് പോകാനും അത് കണ്ടെത്തി സ്ക്രിപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണല്ലേ? ഞാൻ ഇതിനു മുമ്പ് സി യു സൂൺ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, കോവിഡിൻ്റെ കാലത്തായിരുന്നു, വിച്ച് വാസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഒരു സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അതെ. അപ്പോൾ അപ്പോഴും ഞാൻ അത് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഇത് അങ്ങനെയല്ല. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രോബ്ലംസിനെ പറ്റി ഒരു മൂവി അടുത്ത് ചെയ്യണം, റെഡിയാക്കണം വിത്തിൻ നെക്സ്റ്റ് 2 years. ഇനിയിപ്പോൾ അതെന്തായാലും നെക്സ്റ്റ് ഒരു പ്രോബ്ലമായി മാറും. ഇപ്പോൾ റിയൽ ലൈഫ് സിനാരിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വേണമെങ്കിൽ സുജിത് ഭക്ത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീഡിയോ അതേപോലെ വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ന് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ മുതൽ ടി വിയിൽ. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഇപ്പം രാവിലെ തൊട്ട് 3 നേതാക്കന്മാരും മേപ്പെട്ട് താഴെ നോക്കിയിരുന്ന് കരയുന്നു, പിന്നെ ഇവർ പാട്ടിടുന്നു, വീഡിയോ ഇടുന്നു, ഫുള്ള് ഇത് തന്നെ. അത് AI ക്രിയേറ്റ് ചെയ്യുന്ന അവർ കാണിക്കുന്ന വീഡിയോ കുറച്ച് എന്താ പറയുക ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അത് ശരിക്കും പ്യുവർലി ചെയ്യാൻ പറ്റുമല്ലോ. ശരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലൊക്കെ കാര്യമായിട്ട് അത് ബാധിക്കാനുള്ള സാധ്യത അഡ്വർടൈസ്മെൻറ്റ് ഓൾറെഡി ഓൾറെഡി ബാധിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ പ്രോഡക്റ്റ് ഷോട്ട്സിന് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം AI യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്കൊരിക്കലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത എക്സ്റ്റീരിയർ ഷോട്ടുകൾ, ഭയങ്കര ഗ്രാൻഡിയർ ആയിട്ടുള്ള ഡ്രോൺ ഷോട്ട്സ് ഒക്കെ അവർ നന്നായിട്ട് AI യൂസ് ചെയ്ത് ടെക്ക് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഹ്യൂമനെയൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം ചില സ്കിൻ കമേഴ്ഷ്യലൊക്കെ കണ്ടു ഈ അടുത്ത്. അതിനകത്തൊക്കെ വളരെ പിമ്പിൾസ് പോലും അവർ വളരെ കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിനി നിയർ പെർഫെക്ഷനിലോട്ട് പോവാണ് ആ ഒരു രീതിയിലേക്ക്. അത് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ എന്തായാലും ഇനി AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ എന്തായാലും വരും. സോ ദിസ് വാസ് ആക്ച്വലി നൈസ്. പിന്നെ മമ്മൂട്ടി ഒരു യൂട്യൂബറായിട്ട് മാറുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ആക്ച്വലി അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ നിങ്ങൾ ദുബായിൽ വെച്ച് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സമ്മിറ്റിൽ കുറേ യൂട്യൂബേഴ്സ് പങ്കെടുക്കുന്ന വിഷ്വൽസ് ഒക്കെ കാണാൻ സാധിച്ചു. അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. ആ പർട്ടിക്കുലർ ഭാഗം ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു. നല്ല ഒരു മ്യൂസിക്കും അതിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു വൈബിൽ ഇങ്ങനെ പോകുന്നൊരു സംഭവമായിരുന്നു. ദാറ്റ് വാസ് നൈസ്. പിന്നെ ലാലേട്ടൻ മരിച്ചു കിടന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് അങ്ങ് സീനങ്ങ് മാറുക. പിന്നെ അതിനെപ്പറ്റി ഒന്നുമില്ല. പിന്നെ കാണിക്കുന്നത് ഒരു മോർച്ചറിയിൽ കാണുന്നൊരു വിഷ്വലാണ്. അതൊക്കെ ഭയങ്കര അബ്രപ്റ്റായിട്ട് തോന്നി. അതൊക്കെ അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്തിരിക്കുന്നതാണല്ലേ? അല്ല, ഞാൻ പറയുന്നത് പുള്ളി ഒരു ക്യാരക്ടറാണ് അതിനകത്ത്. അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറിന് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ആക്ച്വലി കിട്ടുന്നത് മാർട്ടേഡമാണ്. മാർട്ടേഡം ഇസ് ഇൻ ദി എൻഡ്. സോ പുള്ളി ഒരു സോൾജറാണ്. ഒരു സോൾജറിന് ഒരു മാർട്ടേഡം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വാർഫീൽഡിൽ തന്നെ കിട്ടണമെന്നില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ എനിവെയർ, ലൈക്ക് ഇറ്റ് ക്യാൻ ഹാപ്പൻ. സോ അദ്ദേഹം ആ ഫൈറ്റിൻ്റെ കൂടെ നിൽക്കുന്നു. ദ ഹോൾ പർപ്പസ് ഓഫ് ദ സ്റ്റോറി ഈസ് ടു പ്രസൻറ്റ് ദിസ് ഗേൾ ആസ് എൻ എവിഡൻസ്. ലൈക്ക് കോർട്ടിൽ പുള്ളിക്കാരുടെ ടെസ്റ്റിമോണിയൽ വേണം. പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും. ഇപ്പോൾ എനിക്ക് പേരെടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഈ ചില വ്യാപം സ്കാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിക്ടിംസ് എവിടെ? മരിച്ചു പോവുകയാണ് ആൾക്കാർ, കാണുന്നില്ല. പല സ്റ്റേജിൽ കൊല്ലപ്പെടുകയാണ്, പല സ്ഥലങ്ങളിലായിട്ട് കൊല്ലപ്പെടുകയാണ്. സോ ഒരു വിക്ടിമിനെ രക്ഷിച്ച് ആൻഡ് ദാറ്റ് വിക്ടിം ഈസ് പ്രസൻറ്റഡ് ഇൻ കോർട്ട്. ആ കോർട്ടിൽ എത്തുന്ന ഒരു കേസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വിധി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദർ ഇസ് നോ പേഴ്സൺ. അതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ശിക്ഷ. ശരിക്കും ഈ ഒരു സംഭവം കൊള്ളാം കേട്ടോ. സാധാരണ ഈ മൂവി പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പാണ് എല്ലാവരും പോകുന്നത്. ഇത് സിനിമ വന്നതിന് ശേഷം ശരിക്കും ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൂടെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ ഓപ്പൺ അപ്പ് ആവാം. പിന്നെ അതിനകത്തെ കാര്യങ്ങൾ അത് കൊള്ളാം പരിപാടി. ഇനിയിപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കൂടെ ചെയ്യണം. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് ആ ഒരു രീതിയിൽ പോകണം നല്ലതായിരിക്കും. ശരിക്കും ഇപ്പം ബുക്ക് മൈ ഷോയിൽ പോലും എനിക്ക് തോന്നുന്നു 7 റേറ്റിംഗിലേക്ക് താന്നുപോയി. അത് എനിക്ക് തോന്നുന്നില്ല അതിലും ഡിസേർവ് ചെയ്യുന്നുണ്ട് മൂവി. ഇപ്പം ഞാൻ താങ്കളെ വീട്ടിൽ മുന്നിലിരുത്തി വിളിച്ച് സൂചിപ്പിക്കുന്നതല്ല. ഐ ലൈക്ക് ദ മൂവി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ ടേസ്റ്റാണ്. ഓവർ ആയിട്ടുള്ള ഒരു ഇതിന് കിട്ടി, അതൊരു നെഗറ്റീവായി എന്ന് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ഇപ്പം അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് വലിയ 2 താരങ്ങളാണ്. പിന്നെ അതും വെരി റയർ ആണ് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അവർ ആക്ച്വലി അതിനകത്ത് അവരുടെ താരത്തിൻ്റെ ബേർഡൻ ഷ്രെഡ് ചെയ്തിട്ടാണ് അവർ ആക്ച്വലി വന്ന് അഭിനയിച്ചേക്കുന്നത്. അതവർ പറഞ്ഞിട്ടുമുണ്ട് പലപ്പോഴായിട്ട്, ഞങ്ങൾ ഇതിനകത്ത് താരങ്ങളായിട്ടല്ല അഭിനയിച്ചേക്കുന്നത്, ഞങ്ങൾ കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം ഇതിൻ്റെ ട്രെയിലർ നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ട്രെയിലറിനകത്ത് എന്താണോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് സിനിമയിലും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്.
പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പം ആളുകൾക്ക് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവാം, ചിലപ്പം കുറച്ചുകൂടെ വേറൊരു തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ. ഞാനതിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഒരിക്കലും നമുക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും കുറച്ചൊക്കെ ഇവർക്ക് മനുഷ്യരായിട്ടൊക്കെ അഭിനയിക്കാനുള്ളൊരു ഒരു ഒരു ഇത് വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ, അതിലൊരു അസാമാന്യത തോന്നിയത് വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിൽ ചാടിയ സംഭവം. അത് പക്ഷേ ഈ പറഞ്ഞ ചില ആൾക്കാരുടെ നീഡാണ്. ഞാൻ പറഞ്ഞത് എനിക്കൊരു എസ്കേപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണ്. ഐ ഹാവ് ടു ലിവ്, സർവൈവ് എന്ന് പറയുന്നതും പിന്നെ ഒരു ട്രെയിൻഡ് മനുഷ്യനാണ് പറയുന്നുണ്ട്. അതെ, ട്രെയിൻഡാണ്, ശരിയാണ്. കണക്ട് ചെയ്ത് പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ ലോജിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് വേണേൽ പറയാം. പിന്നെ ആൾക്കാർ എനിക്കൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നത് മറ്റേ ഹാർഡ് ഡിസ്ക് പൊളിക്കാൻ പറഞ്ഞൊരു സീനുണ്ടല്ലോ. അപ്പോൾ IT കമ്പനിയിലെ ജോലിക്കാർക്ക് ഹാർഡ് ഡിസ്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ അതിനകത്ത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാം. ഒരു മുതലാളി സ്ഥാപനത്തിലെ മുതലാളി വന്നിട്ട് സൈക്കോനെ പോലെ പെരുമാറി ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ജീവനക്കാർ പകച്ചു നോക്കി നിൽക്കുകയല്ലേ ചെയ്യുള്ളൂ. അതല്ലേ അവിടെ ഉദ്ദേശിച്ചത്. എനിക്കങ്ങനെ തോന്നിയത്. അല്ലാതെ ഹാർഡ് ഡിസ്ക് എടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ, പിന്നെ അത് മാത്രമല്ല സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ആ മൊമെന്റിൽ the entire evidence remains in a drive. അത് മാത്രമല്ല, സോഫ്റ്റ്വെയറിൽ പണിയെടുക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് ഹാർഡ് ഡിസ്ക് എടുക്കണമെന്നോ അത് പണിയണമെന്നോ ഓരോ ടെക്നിക്കൽ നോളജ് വേണമെന്നോ പോലും ഇല്ല. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നു, എനിക്കിവിടെ ഈ ക്യാമറ സെറ്റ് ചെയ്യണം, ലൈക്ക് ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ലല്ലോ. അതറിയുന്ന ആളല്ലേ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ കൊള്ളാം. ഇതിനകത്ത് കുറേ ടെക് എലമെൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ച സംഭവങ്ങളാണ്. ഒന്ന് മമ്മൂക്കയുടെ ആ ഒരു ഫോൺ റിവ്യൂവിൻ്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ശരിയാണ്, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റില്ല. ഓരോ ക്യാമറേനെ പറ്റിയും മൈക്കിനെ പറ്റിയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു സെറ്റപ്പും ആ ഒരു മേളിൽ നിന്നുള്ള ഓവർ ക്യാമറ വെച്ചിട്ടുള്ള വിഷ്വൽസ് ശരിക്കും ഒരു MKBHDയുടെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. ആ ഒരു സെറ്റപ്പൊക്കെ കാണിച്ചതും ആ ഒരു പ്രസൻറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു റൂം കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. UK ഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? UK നല്ലതായിരുന്നു. UK ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ UK വാസ് ബിക്കോസ് ഇതിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഡൽഹിയിലുണ്ടായിരുന്ന ഒരാൾ കുറച്ച് കാലത്തേക്ക് എക്സൈലിൽ ഒരു അസൈലം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ടീച്ചിങ് ജോബ് എടുത്ത് പോകുന്നതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ഡിസിഡൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പുസ്തകം എഴുതും, റിട്ടയർമെൻറ്റിന് ശേഷം പുസ്തകം എഴുതും, അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങും. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. സോ ഈ സ്റ്റാർട്ടഡ് യൂട്യൂബ് തുടങ്ങിയിട്ട് പിന്നെ പുള്ളിക്ക് അവയർനെസ്സും ഉണ്ട്, ക്രിറ്റിസിസും ഉണ്ട്. ഇത് രണ്ടും പുള്ളി ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി ഹാസ് ഒരു എനിമി ഉണ്ട്, ഡയറക്റ്റായിട്ടുള്ളൊരു എനിമി ഉണ്ട്. അപ്പോൾ ആ എനിമിയെ ടാക്കിൾ ചെയ്യുന്നത് മറ്റേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാൻഡ് കോമ്പാറ്റ് ടാക്ലിംഗ് ഒക്കെ എൻഡിലേക്കാണെങ്കിൽ പോലും അല്ലാതെ തന്നെ ഉള്ള ഒരു മൈൻഡ് ഗെയിം ടാക്ലിംഗ് ഉണ്ടല്ലോ. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്സ് ഹാപ്പനിങ് ത്രൂ. നമ്മളിപ്പോൾ ഈ വ്ളോഗിലൂടെയൊക്കെ നമ്മുടെ ക്രിറ്റിസിസംസ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇതുപോലെയുള്ള ഒരു സ്റ്റോറി വരുമ്പോൾ ഈ സെൻസർ ബോർഡിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? തീർച്ചയായിട്ടും ഇത് റിവൈസിങ് കമ്മിറ്റി പോയ സിനിമയാണ്. പക്ഷേ റിവൈസിങ് കമ്മിറ്റിയിൽ അവർ എഗ്രി ചെയ്തതെല്ലാം പറഞ്ഞതെല്ലാം നമ്മൾ മ്യൂച്വലി എഗ്രി ചെയ്തിട്ട്, കാരണം ഇത് ഡെഫിനറ്റ്ലി സെൻസറിനെ നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ചില കാര്യങ്ങൾ നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്, തീർച്ചയായിട്ടും മാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ്റിനെ ഇതൊരു ആൻറ്റി ഗവൺമെൻറ് സിനിമയല്ല, അത് ആദ്യമേ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. ഒരിക്കലും അല്ല, അങ്ങനത്തെ ഒരു സിനിമയല്ല. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇതൊരു ആ ടെക്നോളജി എന്തിന് പർച്ചേസ് ചെയ്തിരിക്കുന്നു, അതൊരു ഡിഫൻസ് ആപ്ലിക്കേഷനാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഡിഫൻസ് ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട് ടു പ്രിവെൻറ്റ് സർട്ടൻ ടെറർ അറ്റാക്സ്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ US-ൽ നിങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണ്. നിങ്ങളിപ്പോൾ US-ൽ ട്രാവൽ ചെയ്തിട്ട് US-ൽ നിന്നിട്ട് നിങ്ങൾ ഇന്ത്യയുടെ നെറ്റ്വർക്ക് തന്നെ നിങ്ങൾ റോമിങ്ങിൽ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു 4 പ്രാവശ്യം പാകിസ്ഥാനെന്നോ നിങ്ങൾ 3 തവണ അൽഖ്വയ്ദെന്നോ അല്ലെങ്കിൽ ഒരു 2-3 കീവേഡ്സ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ദിവസം 5 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കോൾ വരും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് നിങ്ങളെ, കാരണം അത് കീവേഡ് സെർച്ചാണ്. ബേസിക്കലി അത് കീവേഡ് സെർച്ചാണ്. അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. സോ ആ കീവേഡ് സെർച്ച് ഉണ്ടാക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ വിച്ച് ഇസ് റണ്ണിങ് ഇൻ യുവർ ഫോൺസ്. അപ്പോൾ അതിനേക്കാളും സ്മാർട്ടായിട്ടുള്ളതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 0 ക്ലിക്ക് സ്പൈവെയർസ്, വിച്ച് ഇസ് വെരി സ്കാരി. അപ്പോൾ നമ്മൾ ഫോണിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പോലും ഇല്ല. ഇറ്റ് ക്യാൻ കം ആസ് എ മെസ്സേജ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, എന്നെ ഒന്ന് അഫക്റ്റ് ചെയ്യുന്നതല്ലോ, ഇത് വേറെ കുറച്ചുകൂടെ എന്താ പറയുന്നത് സ്റ്റാറ്റസിലൊക്കെ കുറച്ചുകൂടെ വലുതായിട്ട് നിൽക്കുന്ന ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ. പക്ഷേ അത് എങ്ങനെയാണ് ഒരു സാധാരണ ലെയ്മാനെ എഫക്റ്റ് ചെയ്യുന്നത്?
ഒരു BPL താഴെയുള്ളൊരു ഒരു സ്കൂൾ കുട്ടി എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലേക്കാണ് ഞാനിത് പറഞ്ഞു വെക്കുന്നത്. ശരിക്കും അല്ലെങ്കിൽ തന്നെ ഈ ഫ്രീ ബീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും എപ്പോഴും ഒരു സസ്പീഷ്യസ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാ കാര്യത്തിലും ഉള്ളതല്ലേ. ഓൾവേസ് ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, അല്ലാതെ ഒന്നും ഒരു സംഭവം ഫ്രീ ആയിട്ട് വരില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഐപാഡ് ഇരിപ്പുണ്ട്, Yeah. ദിസ് ഐപാഡ് ഈസ് ദിസ് ഐപാഡ് യുവർ പ്രോഡക്റ്റ് ഓർ ഐപാഡ് ഈസ് അത് നിങ്ങളാണോ ഐപാഡിൻ്റെ പ്രോഡക്റ്റ്? ഓഫ് കോഴ്സ് അത് അവരുടെ പ്രോഡക്റ്റ് ഇത് ആണ്. വൈസ് വേഴ്സയാണ്. അതെ, ആക്ച്വലി അവരുടെ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നു, അതെ. പക്ഷേ ആക്ച്വലി നിങ്ങളുടെ കുറേ ഡാറ്റയും അത് എടുക്കുന്നുണ്ട്. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഇല്ലേ? അത് എത്ര ഐഫോൺ ആണെന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മ്യൂച്വലാണ്. ഇനിയിപ്പോൾ നമ്മളിത് സംസാരിച്ചതിന് ശേഷം ഞാൻ ഏതെങ്കിലുമൊക്കെ ആപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സും കാണിക്കും. വരുന്നുണ്ട്. അത് പണ്ട് മുതലേ നമ്മൾ കാണുന്നതാണ്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഫേസ്ബുക്കിലാണ്. ഒരു കാര്യം ടോപ്പിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അത് പെട്ടെന്ന് വരുന്നത്. ടൈപ്പ് ചെയ്തില്ലേ പോലും പിടിക്കുന്നുണ്ട് ചില സമയത്ത്. എനിക്കങ്ങനെ പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്തില്ലേ പോലും. പിന്നെ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നു. ഇപ്പോൾ താങ്കൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്ത ഉടനെ എന്താ മെസ്സേജ് വരിക? ഉബറിൻ്റെ മെസ്സേജ് വരും. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ട് വിമാനത്താവളത്തിനകത്ത് പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും എയർടെലിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, ഇൻ്റർനാഷണൽ റോമിങ് എനേബിൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കിതൊക്കെ സ്ഥിരം വരുന്നതാണ്. അത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് വരുന്ന സംഭവമാണ്. അങ്ങനെ പല പല സംഭവങ്ങളും വരുന്നുണ്ട് ബേസിക്കലി. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു സംഭവം ലാലേട്ടൻ്റെ ഒരു ഫോൺ കോളിലുള്ളൊരു ഡയലോഗാണ്, ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞൊരു വിഷുവിൻ്റെ സമയത്ത്. അത് പിന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് എടുത്തിട്ട് പൊങ്കാലിടുന്നുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു വേറെന്തോ ഒരു അർത്ഥത്തിൽ പറഞ്ഞാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഏത് സമയത്താണ് അവർ വിളിച്ചതെന്ന് നമുക്കറിയില്ല. അതെ, മേ ബി ഇറ്റ്സ് എ റോങ് ടൈം. അതെ, അതും ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മഹേഷിൻ്റെ പ്രതികാരം എന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്നല്ലേ ശരിക്കും ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മൂവി റിവ്യൂസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ. ഈ മൂവി റിവ്യൂസ് ശരിക്കും എനിക്ക് 2 സിനിമ ഞാൻ റീസെൻ്റ്ലി മധുവിധു കണ്ടു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. അത് ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടത്. ഞാൻ സാറിന് അങ്ങനെ ഫസ്റ്റ് ഡേ പോകാത്തതാണ്, പക്ഷേ ഫസ്റ്റ് ഡേ ഞാൻ പോയി കണ്ടു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അവർ ഇൻവൈറ്റ് ചെയ്തായിരുന്നു, അപ്പോൾ അങ്ങനെ പോയി കണ്ടതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പടം. ഞാൻ ശ്വേതയും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഒട്ടിച്ച് വെച്ചിരിക്കുക, ഭയങ്കര മോശം പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു, ചേട്ടാ ഇതെന്താ ഇങ്ങനെ പറയണേ? പാട്രിയറ്റ് ഞാൻ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയി മൂവി കാണുന്നത്. അപ്പോഴും ഇതേ സംഭവം തന്നെയാണ്. ലൈക്ക് ഇങ്ങനെയുള്ള റിവ്യൂസൊക്കെ ശരിക്കും ലൈക്ക് ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യില്ലേ എല്ലാവരെയും? ഇല്ല, എനിക്ക് തോന്നുന്നു ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. ഞാൻ പറയുന്നത് എല്ലാവരെയും നമ്മൾ മാനിക്കണമല്ലോ. നമ്മുടെ ഒക്കെ അവർ പറയുന്ന കാര്യങ്ങൾക്കും കാര്യം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ചുകൂടെ വേറൊരു തരം സിനിമയായിരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന സിനിമ എന്താണെന്നുള്ളത് എനിക്ക് ഞങ്ങളുടെ ടീംമേറ്റ്സിനും ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനും നമ്മളിപ്പം ഓരോ പബ്ലിസിറ്റി മെറ്റീരിയൽ കൊടുക്കുമ്പോഴും ആ പബ്ലിസിറ്റി മെറ്റീരിയൽ കൃത്യമായിട്ടുണ്ട് എന്താണ് വാട്ട് ഇസ് ദ സിനിമ ഇസ് അബൌട്ട് എന്നുള്ളത്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തിരിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ. പിന്നെ അല്ലാത്ത തരത്തിലുള്ള ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ആ പുള്ളിക്ക് സംഭവിച്ചിരിക്കുന്ന റഹീമിന് സംഭവിച്ചിരിക്കുന്ന കൾമിനേഷൻ അതങ്ങനെ സംഭവിക്കാൻ പാടില്ല. അത് എനിക്ക് തോന്നുന്നില്ല. കാരണം ലൈക്ക് വെൻ വി നറേറ്റ് എ സ്റ്റോറി ടു എ പേഴ്സൺ, ഇപ്പം ലാൽ സാറിനോടാണെങ്കിലും നമ്മളിപ്പോൾ ഈ കഥ നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കഥയുടെ ഒരു പൂർണ്ണത അദ്ദേഹത്തിന് അറിയാം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ. ഓക്കെ, ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അത് അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് കാലമായി ഇങ്ങനൊരു റോൾ ചെയ്തിട്ട്, സോ ലെറ്റ് മീ ട്രൈ ദിസ് റോൾ എന്നുള്ള എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കണമല്ലോ. നമ്മൾ എല്ലാ തരത്തിലും എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കണമല്ലോ. പിന്നെ ഞാനും ഈ സിനിമ അങ്ങനെ ഒരു മലയാളത്തിൽ സ്ഥിരം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മലയാളത്തിൽ എനിക്കൊരു എക്സാമ്പിൾ ഉണ്ടോയെന്ന് ഈ പടത്തിന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ ഇല്ല. ഈ പടത്തിനൊരു എക്സാമ്പിൾ ഇല്ല. ഓക്കെ, ശരിയാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ഇതുപോലൊരു പടം ടേക്ക് ഓഫ് പോലത്തെ ഒരു മൂവി വേറെ ഉണ്ടായിരുന്നോ? ഇല്ല, അന്നില്ലായിരുന്നു. ഈ വിമാനം ഭയങ്കര വീക്ക്നെസ് ആണോ?
അല്ലല്ല, ഇതിനകത്തുണ്ടല്ലോ ഫൈറ്റർ ജെറ്റും ബാക്കിയുള്ള പരിപാടികളും സംഭവങ്ങളൊക്കെ. വിമാനം വീക്ക്നെസ് അല്ല, വിമാനം അതൊരു ഇത് കുറച്ചുകൂടി ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആ കഥ. വിഷ്വൽസ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റോക്ക് ആണോ അതോ ക്രിയേറ്റ് ചെയ്താണോ? എല്ലാം ക്രിയേറ്റ് ചെയ്തതാണ്, നല്ല പണിയെടുത്ത വർക്കാത്, ചുമ്മാ ആണല്ലേ? stock അല്ല അത്. ഓക്കെ. ആ വിമാനം പോകുന്ന വിഷ്വൽസ് ഒക്കെ അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഏത് പാർട്ട് ഓഫ് എഡിറ്റിംഗ് വരും? ആക്ച്വലി ഞങ്ങൾ ശ്രീലങ്കയിൽ ഒറിജിനലായിട്ട് ഒരു F7 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആണോ? F7 ഷൂട്ട് ചെയ്ത് ശ്രീലങ്കൻ ഡിഫൻസ് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു F7 ഞങ്ങൾ 3 തവണ ടച്ച് ഡൗൺ ആൻഡ് ഗോ എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ലൊക്കേഷൻ നിങ്ങൾ മാസ്ക് ചെയ്തിട്ടുണ്ട്, അതായത് മുംബൈ എന്ന് പറഞ്ഞ് കാണിക്കുന്ന, മുംബൈ അല്ലേ ഒരു ലൊക്കേഷൻ? ശ്രീലങ്കയിൽ കൊളംബോയിലെ ഒരു സീ സൈഡ് റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്തു. മംഗലാപുരം എന്ന് മംഗലാപുരത്ത് ആക്ച്വലി ഞങ്ങൾക്ക് കടൽ തീരത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമായിരുന്നു. അങ്ങനെ ഇല്ല, ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ അത്രയും കടൽ തീരത്തില്ല, അത് കൊളംബോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തോന്നിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ രസം തോന്നി. ഓക്കെ, ഇത് കൊള്ളാം. അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് കൊളംബോ ആണ്. കാരണം ഞാൻ സ്ഥിരം ശ്രീലങ്ക പോകുമ്പോഴത്തേക്കിനും താമസിക്കുന്ന ഏരിയ ആണത്, ആ ഭാഗം, ആ സീ സൈഡ്. അപ്പോൾ അവിടെ കുറേ നല്ല ഹോട്ടൽസും ഉണ്ട്. അപ്പോൾ ഞാൻ അതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ പോകും. ആ സ്റ്റേഷനൊക്കെ ഭയങ്കര ഫെമിലിയറാണ് എനിക്ക് കടൽ തീരത്തുള്ളൊരു സ്റ്റേഷൻ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഒരു സ്കെഡ്യൂൾ അവിടെ നടന്നിരുന്നു. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്ന സമയത്ത് പിന്നെ നേപ്പാൾ എയർലൈൻസ് ഇപ്പം ലണ്ടൻ ഫ്ലൈറ്റ് ഓടിക്കുന്നില്ല, പണ്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ഫിക്ഷണൽ ഒരു ട്രാവലർ എന്നുള്ള രീതി ഞാൻ കണ്ടെത്തിയ സംഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു ഫ്ലൈറ്റിനെ നമുക്ക് NOC കിട്ടുന്നില്ല, നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് അവരുടെ പേര് അങ്ങനെ സംഭവം ഉണ്ടല്ലേ. പിന്നെ നമുക്ക് സിനിമയിൽ അവരുടെ ഇത് കാണിക്കണമെങ്കിൽ നമുക്കൊരു ക്ലിയറൻസ് വേണം. ഓ, അങ്ങനെയുണ്ട്. ഈ മാധ്യമങ്ങളുടെ മൈക്കും കാര്യങ്ങളൊക്കെ ഒറിജിനൽ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അത് പബ്ലിക് ഡൊമൈനിൽ എപ്പോഴും ഉള്ളതല്ലേ. പബ്ലിക് ഡൊമൈൻ ഉള്ളതിനെ നമുക്ക് കാണിക്കാമല്ലോ, അതിന് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഈ ഫറഹ എന്ന് പറഞ്ഞൊരു സ്ഥലപ്പേര്, അതെന്താ അങ്ങനെ ഒരു ഫിക്ഷണൽ ആക്കി? ഒരു ഒറിജിനൽ പേര് പറയാൻ എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ ബുദ്ധിമുട്ടുണ്ടോ? അതായത് നമ്മളൊരു രാജ്യത്തെ എയർപോർട്ടിൽ നിന്ന് ഒരാളെ എക്സ്ട്രാക്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട്, ഇൻസിഡന്റ് അറിയാവുന്ന കിം ജോങ് ഉൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. യു നോ ഹിം. കിം ജോങ് ഉൻ കൊറിയയുടെ ഒരു ഡിക്റ്റേറ്ററാണ്. പുള്ളിയുടെ ബ്രദറിനെ ഇവർ എലിമിനേറ്റ് ചെയ്ത ഒരു സംഭവം ഒരു എയർപോർട്ടിൽ വെച്ചിട്ടാണ്, മലേഷ്യയിലായിരുന്നു. അങ്ങനെ എലിമിനേറ്റ് ചെയ്തൊരു ഇൻസിഡൻ്റ് ആണ്. ആക്ച്വലി ഈ കെമിക്കലാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അയാളൊരു ഡിസിഡൻ്റ് ആണ്, ബേസിക്കലി ഒരു വിമതനാണ്, അവിടുത്തെ ഒരു വിമതനാണ്. അതുപോലെ തന്നെ റഷ്യയിൽ പുടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നൊരു അലക്സി നവാൽനി എന്ന് പറഞ്ഞ ഒരാളെയും ഇതുപോലെ ഇതേ സെയിം പോയിസൺ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഈ നോവിച്ചോക്ക് എന്ന് പറഞ്ഞ പോയിസണിലേക്ക് ഞാൻ എത്താനുള്ള കാരണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് ഒരു എയർപോർട്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുമ്പം വി കാൺ ഷോ എ മിഡിൽ ഈസ്റ്റ് എയർപോർട്ട്. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് ദാറ്റ് എക്സ്ട്രാക്ഷൻ ഇസ് ആക്ച്വലി ഹാപ്പൻഡ്. അങ്ങനെ എക്സ്ട്രാക്ഷൻ നടന്നതാണ്. ഓക്കെ. അത് ഞാനും ആലോചിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കാരണമായിരിക്കും അങ്ങനെ ഒരു പേര് വന്ന്. പക്ഷെ അതൊക്കെ നമുക്ക് കേരള സ്ഥലം എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ശരിക്കും ഉണ്ടല്ലോ ഇതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ പുട്ടിൻ ഇന്ത്യയിൽ വന്ന സമയത്ത് കണ്ടുള്ളൊരു ക്ലിപ്പാണ്. പുള്ളിയുടെ ഐഫോണിൻ്റെ ക്യാമറയൊക്കെ മാസ്ക് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്ന, പുള്ളിയുടെ കയ്യിലുള്ള ഐഫോണിൻ്റെ ക്യാമറയൊക്കെ മാസ്ക് ചെയ്ത് ഒട്ടിച്ചിരിക്കുക. പുള്ളി പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പുള്ളി ഡിഫിക്കേറ്റ് ചെയ്യുന്ന ഇത് പോലും കൊണ്ടുപോകാനായിട്ട് സെപ്പറേറ്റ് ബാഗ്സ് കൊണ്ടുവരുന്നുണ്ട്, DNA എടുക്കാതിരിക്കാനായിട്ട്. സോ ആൾക്കാർ അത്രയും ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളല്ലേ ശരിക്കും നമ്മുടെ ലോകത്ത് നടക്കുന്നത്. DNA കാര്യം പറയുമ്പോഴാണ് DNA വെച്ചിട്ടുള്ള വേറെയും കുറേ സംഭവങ്ങൾ അതും ഇല്ലേ, DNA സ്റ്റഡീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ അത് വേറെ രീതിയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പം മനുഷ്യനെ മൊത്തത്തിൽ AI ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഫ്യൂച്ചറിൽ. ചിപ്പ് വരുമെന്നോ എന്തൊക്കെയോ പറയുന്നു. ചിപ്പ് ഓൾറെഡി വന്നല്ലോ. ഇപ്പോൾ മസ്കിൻ്റെ ഒരു ന്യൂറോ ലിങ്ക് ഉണ്ട്, വിച്ച് ഇസ് മെഡിക്കൽ സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ന്യൂറോ ലിങ്ക് ആക്ച്വലി പാർക്കിൻസൺസ് പോലത്തെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ന്യൂറോ ലിങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ബ്രെയിനിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. അതെ, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ എഡിറ്റിംഗ് പാർട്ട് എനിക്ക് കുറേയൊക്കെ ഇഷ്ടമായി. അതിനകത്ത് ഒരു സീൻ എനിക്ക് ഇഷ്ടമായെന്നല്ല, അത് ആ ഒരു കാറിൻ്റെ അകത്ത് ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത്, ടാറ്റ സഫാരി കാറിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 360 ക്യാം ആണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന ഒരു അത് മാത്രം അത്ര പെർഫെക്റ്റ് ആയില്ല, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അത് കുറച്ച് VFX ആയിരുന്നു. കാരണം അത് ബേസിക്കലി നമുക്ക് അങ്ങനെ റിയലി അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരു 360 കാർ. അപ്പോൾ അത് കാറ് മുഴുവനായിട്ട് പൊളിച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. മൊത്തം പൊളിച്ച് ആ ഒരു സഫാരി മുഴുവൻ മൊത്തമായിട്ട് ടോപ്പ് കട്ട് ചെയ്ത് അതിനകത്ത് ക്രോമയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ എഡിറ്റിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും ആ ഫൈറ്റർ ജെറ്റ്സിന്റെ പാർട്ടൊക്കെ നല്ല ഒരു ടേക്ക് ഓഫിനെക്കാട്ടി ബെറ്റർ ആയിരുന്നു.
ടേക്ക് ഓഫിൽ അങ്ങനെ ഫ്ലൈറ്റ്സിൻ്റെ ആ ഒരു സീൻ എന്നുള്ളൊരു ആ ഫ്ലൈറ്റിൻ്റെ സീൻ ഉള്ള സമയത്തൊക്കെ ഒരു എന്താ പറയുക ഒരു ഇതില്ലേ. ടേക്ക് ഓഫിനകത്ത് ആക്ച്വലി അങ്ങനത്തെ ഫ്ലൈറ്റ് എപ്പിസോഡ്സ് ഇല്ല. ആക്ച്വലി ടേക്ക് ഓഫിനകത്ത് ഇവർ ലാസ്റ്റ് എയർ ഇന്ത്യയിൽ വന്ന് ഇറങ്ങുന്ന നഴ്സുമാർ വന്ന് ഇറങ്ങുന്നതാണ്. ആ ഒരു ഇറങ്ങുന്ന ആ ഒരു സാധനത്തിനെക്കാട്ടി ഒരു കുറച്ചും കൂടെ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ റിയൽ ആയിട്ട് നമ്മളൊരു ഒരു കോക്പിറ്റിൽ എന്താണ് എമർജൻസി നടക്കുന്നത്, HUD ടാമ്പേർഡ്, HUD എന്ന് വെച്ചാൽ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ, അത് ടാമ്പേർഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഫയർ വന്നാൽ എന്ത് സംഭവിക്കും, അതെല്ലാം ആക്ച്വലി ടെക്നിക്കലി നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് തന്നെയാണ് ഉണ്ടായത്. അത് നിങ്ങൾക്ക് റിയൽ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അത് ഗംഭീരമായിരുന്നു ആ ഒരു ഭാഗങ്ങളൊക്കെ. പിന്നെ ആ ട്വിസ്റ്റും എക്സ്പെക്റ്റഡ് ആയില്ലെങ്കിൽ അത് ഭയങ്കര ട്രോൾ വരാൻ സാധ്യതയുള്ള. അതെ അതെ, ഇപ്പോഴത്തെ കാലത്ത് അതാ ഏറ്റവും പ്രശ്നം. കാരണം പണ്ടൊക്കെ നമുക്ക് കാണാമല്ലോ ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ ഓരോ കീബോർഡിൽ അത് ചെയ്യുന്നു അങ്ങനത്തെ കുറെ. ഇപ്പൊ ഒന്നും പറ്റില്ല. ഇപ്പോൾ ആൾക്കാർ അത്രയ്ക്ക് അവെയറാണ് പല സംഭവങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ആ ഭാഗത്തെ ഒരു ട്വിസ്റ്റ് നല്ലൊരു ട്വിസ്റ്റായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഏറ്റവും മൊത്തത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ശരിക്കും. എന്താ പറയുക, എനിക്ക് മമ്മൂക്കനെ കൊന്നാണ് ലാലേട്ടനെ കൊന്നാണ് എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. പുള്ളി ഒരു ആക്ടറായിട്ട് കാണുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ ഇവരുടെ ഫാൻ ബോയ്സ് ആണല്ലോ, മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും. അപ്പോൾ അത് പക്ഷേ എന്താ പറയുക, സ്റ്റോറിയാണ്. സ്റ്റോറിക്കകത്ത് അങ്ങനെ വരിക. ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അദ്ദേഹം ആഗ്രഹിച്ച ഒരു മാർട്ടേഡം ലാസ്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാല് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ഇൻസർജൻസിയിലാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ സമയത്ത് പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പുള്ളിക്ക് തോക്ക് കൊടുത്തിരിക്കുന്നത്. അതിനും റീസണുണ്ട്. ആൻഡ് ദെൻ ഫൈനലി ഡാനിയൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സുഹൃത്ത്, അടുത്ത സുഹൃത്ത് തന്നെയാണ്. പുള്ളി ആഗ്രഹിക്കുന്നതും റഹീമിൻ്റെ പേര് വാർ മെമ്മോറിയലിൽ വരണം, വന്നാൽ മാത്രമേ തിരിച്ച് വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സ്റ്റോറിയുടെ ഒരു പ്ലോട്ട് പോയിന്റ് തന്നെയാണ്. പിന്നെ ആ സിഗ്നലിങ്ങിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ, അതിനെന്താ മോഴ്സ് കോഡ് എന്നെന്തോ അല്ലേ? മോഴ്സ് കോഡ് ഞാൻ പണ്ട് സ്കൗട്ട്സിലുണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് ടോപ്പിക്കുകൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റി. അതും ഭയങ്കര ഒരു അത് വേറെയും സിനിമകളിലൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമകളിലും ആ ഒരു സംഭവം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, ഈ ഇവരുടെ ഒരു ഇൻട്രാക്ഷനും ബാക്കി അതും ഭയങ്കര രസമായിരുന്നു. പിന്നെ പ്രകാശ് വർമ്മ വന്നിട്ട് സംഭവങ്ങളൊക്കെ ദാറ്റ് വാസ് നൈസ്. എനിക്ക് അത് ആരാ ചെയ്തത്? അത് പ്രശാന്ത് വർമ്മ എന്ന് പറഞ്ഞിട്ട് പ്രകാശ് ചേട്ടൻ ഒരു കസിനാണ്. അതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള അതും കൊള്ളായിരുന്നു. ലൈക്ക് ഇവരുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവർ ലൈവിൽ വന്ന് സംഭവങ്ങളും ശരിക്കും നമ്മളെ ഈ സൂപ്പർ സ്റ്റാർസിനെ രണ്ടുപേരെ ഒരേ ഫ്രെയിമിൽ കാണാമെന്ന് പറയുമ്പം പണ്ട് പോലെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഒരു സംഭവമാണല്ലോ അല്ലേ? ഈ സ്റ്റാർസ് ഒരു സിനിമയിൽ കൂടുമ്പോഴത്തേക്കിനും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എനിക്ക് വളരെ കോമൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ 2020 ഇറങ്ങിയ സമയത്ത് ഓർമ്മയില്ലായിരുന്നോ? ആ സമയത്ത് കുറേ കൂടെ ഈക്വൽ സ്പേസിലുള്ള പടമായിരുന്നു, കുറച്ചുകൂടെ ത്രൂ ഔട്ടുള്ളതായിരുന്നു. ഇതിനകത്ത് ആക്ച്വലി മമ്മൂക്കയുടെ റോൾ ഒരു സിനിമയാണുള്ളത്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുള്ളതാണ്. അതിനകത്തേക്ക് ലാൽ സാറോട് ഞാൻ കഥ പറയുമ്പോഴും ലാൽ സാറ് പറഞ്ഞൊരു കാര്യം, ഇത് മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എന്താണോ ഉള്ളത് അത്രയും മതി, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട, ഇത് തന്നെയാണ് കറക്റ്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം എനിക്കൊന്നും അദ്ദേഹവും ആഗ്രഹിച്ചത് തന്നെയാണ്, ഇങ്ങനൊരു പടം ചെയ്യാം. പിന്നെ നയൻതാരയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ശരിക്കും അവർക്കുള്ള ആ ഒരു ക്യാരക്ടർ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെറീൻ്റെ ആ ഒരു ക്യാരക്ടറും നല്ല ആ എക്സ്പ്രഷൻസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഫഹദിൻ്റെ കാര്യം ശരിക്കും എനിക്ക് ഫഹദിൻ്റെ വേറൊരു സിനിമ ഫസ്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഫഹദ് ഒരു പാസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ട്രാൻസ്. ആ ഒരു അറ്റയർ ഫസ്റ്റ് ഫഹദിനെ കാണിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ഫഹദ് ഇങ്ങനെ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സീനൊക്കെ എനിക്ക് ട്രാൻസിലെ ഒരു സീനുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഫഹദിൻ്റെ പെർഫോമൻസ് വാസ് ബ്രില്യൻറ്റ്. ഫഹദ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കിനും, കാരണം ഫഹദ് ഏത് എക്സ്ട്രീമിനും ഇങ്ങനെ പോയി മാറുന്ന ഒരു ആക്ടറാണ് അല്ലേ? പിന്നെ ഈവൻ കുഞ്ചാക്കോ വാസ് വെരി ഗുഡ്. ശരിക്കും ഈ ഇത്രയും, അതായത് ഈ പല സൂപ്പർ സ്റ്റാറും ബാക്കിയുള്ള ആൾക്കാരും ഇത്രയും ആക്ടേഴ്സിനെ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കിനും ഇവർക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? കാരണം ഇത് ഓരോ ആൾക്കാരും ഓരോ രീതിയല്ലേ. ഇവരുടെ കൂടെയൊക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് തോന്നുന്നു ഫഹദുണ്ട്. മിക്കതിനകത്തും ഫഹദുണ്ട്. മാലിക്കിലുണ്ട്.
മാലിക് നിങ്ങളുടെ ലക്ഷദ്വീപിൽ ഒരു ഷൂട്ടില്ലായിരുന്നു? ആ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം അവിടെ വെച്ച് കണ്ടിരുന്നു. യെസ്. പിന്നെ എന്താണ്, ചാക്കോച്ചനും ഇതിനു മുമ്പ് ടേക്ക് ഓഫിലുണ്ടായിരുന്നു, അറിയിപ്പിലുണ്ടായിരുന്നു, ആൻഡ് ദെൻ ഇതിലുമുണ്ട്. ദർശന ഓഫ് കോഴ്സ് യൂസൂണിലുണ്ടായിരുന്നു. എല്ലാവരും സുഹൃത്തുക്കളെ. അപ്പം അങ്ങനെ ഒരു അതിനകത്ത് അങ്ങനെ എല്ലാവർക്കും അവരവർക്ക് ചെയ്യാനുള്ള റോളുകൾ കറക്റ്റായിട്ട് നമ്മൾ ബ്രീഫ് ചെയ്യും. അവർക്കുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അവരെല്ലാവരും അഭിനയിക്കുന്നു. ഈ സ്റ്റാർ ബാഗേജ് ആരും കൊണ്ടു നടക്കുന്നില്ല മലയാളത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഈ ലാലേട്ടനും മമ്മൂക്കയും കൂടെ ഉള്ള ട്രോളുകളും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗ്സ് ഒക്കെ, ഇതൊക്കെ ശരിക്കും റിയൽ ലൈഫ് സൈറ്റിലും ഷൂട്ടിനിടയിലൊക്കെ ഉള്ളതാണോ ഇങ്ങനെയൊക്കെ തന്നെ? അല്ല, അവർ ഭയങ്കര എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പുറമേ കാണുന്ന കാഴ്ചപ്പാടൊന്നും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം സാധനങ്ങൾ. കാരണം ഇതവരുടെ 56ാമത്തെ പടമാണ് ഒരുമിച്ചുള്ളത്. അപ്പം രണ്ടുപേരും എത്രയോ സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നു. അഭിനയിച്ചിരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സിനിമ നമ്മൾ കുറച്ചുകൂടെയൊക്കെ അവരുടെ ഒരു താരത്തിൻ്റെ വാല്യൂ വിട്ടിട്ട് കുറച്ചുകൂടെ മനുഷ്യരായിട്ടൊക്കെ അവരെ കാണാൻ പറ്റിക്കഴിയുമ്പോഴാണ് അവർ ഇനിയും കൂടുതൽ അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരിനി അങ്ങനെ, കാരണം കുറച്ചുകൂടെയൊക്കെ നമുക്ക് അവരിലെ ആക്ടേഴ്സിനെ നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ അങ്ങനെ നമ്മളിപ്പം മലയാളികൾ ആ കാര്യത്തിൽ ഫാർ ബെറ്റർ ആണ് കമ്പയർ ടു തമിഴ്നാടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അല്ല അതുണ്ട്, പക്ഷെ അത് നിങ്ങൾ അത് ശരിയാണ് പറഞ്ഞല്ലോ. അത് പണ്ട് MGR കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ് അത്. അയ്യോ MGR മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വന്ദനത്തിന്റെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടമല്ല. ഇന്ന് കമൽഹാസൻ, ഞാൻ കമൽ സാറുമായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണോ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിരിക്കാം, കാരണം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കേരളത്തിലുള്ള മനുഷ്യരല്ലേ ചോദിച്ചു. ഓഡിയൻസിൽ ആണല്ലോ, കാരണം മദ്രാസിലൊക്കെ ഇത് പ്രശ്നമല്ല, തമിഴ്നാട്ടിൽ കാണുന്നവർക്ക് ഇത് കുഴപ്പമില്ല, കാരണം അവർക്ക് ദേ ആർ സീയിങ് ദം ആസ് ആക്ടേഴ്സ്. തമിഴ് റിവ്യൂസ് ഞാൻ കണ്ടൊക്കെ നല്ലതാണ്. അതാണ് സംഭവം. ഇപ്പം ഇതൊരു വലിയ ഷോക്കിംഗ് പ്രശ്നമാണെന്നുള്ളത്, കാരണം പലരും ഷോക്കായി പോയി എന്ന് പറഞ്ഞു. അയ്യോ, കാരണം അതൊരു ബേസിക്കലി യു ഹാവ് ടു തിങ്ക് ദം ആസ് ആക്ടേഴ്സ് അല്ലേ. നമ്മളൊരു മനുഷ്യരല്ലേ അവർ, എന്തൊക്കെ പറഞ്ഞാലും. എല്ലാവരും ഈ പറഞ്ഞ പോലെ അമാനുഷികരല്ലല്ലോ എല്ലാ കാലത്തും. ശരിയാണ്. അമാനുഷികത കാണിച്ചാൽ മാത്രമേ സൂപ്പർ സ്റ്റാർസ് ആവുകയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ മാറി. അതെ, അത് ഞാനത് ഇത്രയും പറയാൻ കാരണം നിങ്ങൾ തന്നെ അല്ല, നമുക്ക് വിഷമം പറയാമല്ലോ. വിഷമം പറയണോ? എന്നാലും നിങ്ങൾക്ക് അതിനകത്ത് ഇയാളുടെ അതിനൊരു കോസ് ഉണ്ടെന്നും കോസിനൊരു റീസൺ ഉണ്ടെന്നും ആ റീസണ് പുള്ളിക്കൊരു ജസ്റ്റിഫിക്കേഷൻ എൻഡിൽ കിട്ടുന്നുണ്ടെന്നുള്ളതും മനസ്സിലായിട്ടാണ് നമ്മളിത് പറയുന്നത്. അല്ല, എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത് പർപ്പസ്ഫുള്ളി എന്താ പറയുക, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കൂട്ടം ആൾക്കാർ തുനിഞ്ഞിറങ്ങി ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് എനിക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനും മാത്രം ക്രിട്ടിസൈസ് ചെയ്യാൻ ഇതിനും എന്താ പറയുക, ക്രിറ്റിസിസം കിട്ടേണ്ട പടങ്ങൾക്ക് ഇത്രയും ക്രിറ്റിസിസം പോലും കിട്ടാതെ ഇതൊരു എന്തൊക്കെയോ കാരണങ്ങളാൽ ചുമ്മാ അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ ഇന്നലെ രാത്രി പോയിട്ട് ഞാനും ശരിയും തമ്മിൽ ഇത് തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെയും കുറേ നേരം ഈ കാര്യങ്ങൾ സംസാരിച്ചു. അത് ഭയങ്കര കാരണം ഞാൻ എപ്പോഴും കാണുന്ന സിനിമയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടോ, സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടെങ്കിൽ, അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ആശയം കിട്ടി, അതിനൊരു ടേക്ക് അവേ ഉണ്ടെങ്കിൽ ആ സിനിമ കുറച്ചെങ്കിലും നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്, ടെക്നോളജി ഒരു വില്ലനായിട്ട് ഭാവിയിൽ വരും എന്നുള്ളതിൽ ഓൾറെഡി വില്ലനാണ്. അത് പല ആളുകളുടെയും ജീവിതം എടുക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന സംഭവങ്ങളാണെങ്കിൽ ഓൺ ആപ്പുകളുടെ ചതികളും പിന്നെ ഡിജിറ്റൽ അറസ്റ്റുകൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നടക്കുന്ന ഡേറ്റ ബ്രീച്ചുകൾ, ക്രെഡിറ്റ് കാർഡ് മോഷണങ്ങൾ, നമ്മുടെയൊക്കെ പല വെബ്സൈറ്റുകളിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും പാസ്വേഡ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ബ്രീച്ചായി പോവുകയും അതൊക്കെ ഡാർക്ക് വെബിൽ അവൈലബിൾ ആവുകയും അത് പല രീതിയിൽ നമ്മുടെയൊക്കെ ക്രെഡിറ്റ് കാർഡ് ഇടയ്ക്ക് ഈ പറഞ്ഞ പല ആളുകളും ഹാക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പൈസയൊക്കെ പോകുന്ന പോലെ സംഭവിക്കുകയും നമ്മൾ കാർഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു മൈനർ വേർഷൻസാണ്. അപ്പോൾ ആ ഒരു മൈനർ വേർഷൻസിൻ്റെ ഒരു എക്സ്ട്രീം, അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാവരും ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയല്ലേ? ശരിക്കും അതെ. അത് നമ്മൾ കുറച്ചും കൂടെ ഡിജിറ്റലി അവെയർ ആകണം എന്നുള്ളൊരു ടേക്ക് അവേ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പടത്തുനിന്ന് കിട്ടിയതില്ല. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഇന്നലെ ഇന്നുമായിട്ട് കുത്തിയിരുന്ന് കുറേ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യവും എനിക്ക് പോലുമില്ല. അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരുപാട് പേര് എന്നോട് പറയുന്നത് അത് തന്നെയാണ്. കാരണം ചില ആളുകൾ ലാപ്ടോപ്പ് കണ്ടിന്യൂസ്ലി തുറന്നു വെക്കുന്നൊരു ശീലമുണ്ട്. കാരണം അതിങ്ങനെ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഇങ്ങനെ തുറന്നിരിപ്പുണ്ട് എന്നുള്ളത്. പിന്നീട് അത് ഒരാളിനോട് വളരെ ഇമോഷണലായിട്ട് പറഞ്ഞു,
ഞാൻ രാത്രി എത്തിയിട്ട് എൻ്റെ മകളാണ്, പുള്ളിയുടെ മകള് പറഞ്ഞു, അവർക്കൊരു 12 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, അവർ ആദ്യം ചെയ്തത് ആ ലാപ്ടോപ്പ് അങ്ങ് അടച്ചതാണ്. അപ്പോൾ അതൊരു ടേക്ക് അവേ ആണ്, എനിക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ആ പടം കണ്ടു കഴിയുമ്പോൾ ഓക്കെ, നമുക്ക് അങ്ങനെ എപ്പോഴും അതങ്ങനെ തുറന്നിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് പ്രൊജക്റ്റുകൾ, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് അല്ല, ഞാൻ എഴുത്തൊക്കെ ഉണ്ട്, അങ്ങനെ പലതും ചർച്ചയിലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി അടുത്തൊരു അധികം എല്ലാവർക്കും ഒന്നും ഒരു 1-2 വർഷം ഗ്യാപ്പ് അങ്ങനെയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനില്ല. ഞാൻ കോവിഡിൻ്റെ സമയത്ത് സിനിമ ചെയ്ത ആളാണ്. ഞാൻ കോവിഡിൻ്റെ സമയത്താണ് സീസൺ ഉണ്ടാക്കിയത്. എല്ലാവരും സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്ന സമയത്താണ് ഞാൻ ഐ മെയ്ഡ് എ ഫിലിം. അതങ്ങനെയില്ല, നമ്മളെ ഇൻസ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്യണമല്ലോ, എന്തെങ്കിലും ഒന്ന് ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം. ഓക്കെ, പിന്നെ അടുത്ത പടം നമുക്ക് ഉടനെ കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു AI റിലേറ്റഡ് ഒരു സാധനം തീർച്ചയായിട്ടും സ്റ്റോറിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് വരാം. ഈ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ ഗ്രിപ്പിംഗ് ആയിട്ട് പിടിച്ചിരുത്താൻ പറ്റുന്നൊരു കഴിവുണ്ട്. കുറച്ചൊക്കെ കുക്ക് ചെയ്യിക്കാൻ പറ്റും നിങ്ങൾക്ക്, ചില കീവേഡ്സൊക്കെ കൊടുത്ത് നിങ്ങളത് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അതൊരു നല്ല ആശയമാണ്. ഈ പറഞ്ഞ പോലെ AI നിങ്ങളെപ്പോലെ വേറൊരാൾ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനത്തെയൊക്കെ കഥകൾ ഇനി വരണം. ശരിക്കും നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് യന്ത്രൻ 2 ഒക്കെ വന്നപ്പോഴത്തേക്കും ആ യന്ത്രൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എത്ര വർഷം മുമ്പ് അവർ ചെയ്തിട്ടുണ്ട് അല്ലേ, അതുപോലെയുള്ള സംഭവങ്ങൾ. അതായത് ഹ്യൂമനോയിഡ്സ്, പിന്നെ റോബോട്ടുകൾ വരുന്നു, അവർ മനുഷ്യനെ ഓവർടേക്ക് ചെയ്യുന്നു. അതായത് നിർമ്മിത ബുദ്ധി കോൺസെപ്റ്റ് വന്നില്ല. അത് റോബോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് അവരെന്തോരം കാര്യങ്ങൾ കുറേ സംഭവങ്ങൾ ചെയ്തതല്ലേ. നമ്മുടെ മെമ്മറി, റാം എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട്. ഇപ്പം നമ്മൾ സാധാരണ നോക്കുമല്ലോ, ഇപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ ലാപ്ടോപ്പുകളിൽ എത്രത്തോളം റാം ഉണ്ടെന്നുള്ളതനുസരിച്ചിട്ടായിരുന്നല്ലോ നിങ്ങളിപ്പോൾ എഡിറ്റൊക്കെ ചെയ്യുന്നതല്ലേ, നിങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒന്നും പോരാ, ഇതും പോരാ, പേഷ്യൻസ് ഇല്ലല്ലോ നമുക്ക്. ഓക്കെ, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ലൈഫ് ആസ് എൻ എഡിറ്റർ. ഹൗ യു സ്റ്റാർട്ടഡ് എഡിറ്റിംഗ്? ലൈക്ക് എഡിറ്റിംഗ് പണ്ട് പോലെ പാഷൻ ഉണ്ടായിരുന്നോ, അതോ അങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വെന്റ് ടു ഫിലിം സ്കൂൾ, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സോ അവിടെ അവിടെ നിന്നാണ് എഡിറ്റിംഗ് കഴിഞ്ഞത്. ആൻഡ് ദെൻ ആക്ച്വലി wanted to become a cinematographer, പക്ഷേ അതിനുള്ള അഡ്മിഷൻ തരാതെ എഡിറ്റിങ്ങിനാണ് തന്നത്. അങ്ങനെ 2005 ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. 2005 തൊട്ട് ഞാൻ ഈ അടുത്ത് വരെ ഞാൻ പറഞ്ഞു ഈ പടം ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നു. സോ എഡിറ്റിംഗ് ഈസ് ലൈക്ക് വാട്ട് ടു സേ, ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്റ്റൻഷൻ ഫോർ റൈറ്റിംഗ് ആണ്. ഇപ്പോൾ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. നിങ്ങളും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് ഉണ്ടാക്കുമ്പോഴും ട്രാവൽ വ്ളോഗ് ഈസ് ലൈക്ക് എ ഡോക്യുമെൻ്ററി. അപ്പോൾ അതിനകത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ കഥ ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? നിങ്ങൾ പോലും അത് ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എടുക്കുന്ന സമയത്തൊരു നമുക്കൊരു ലൈൻ ഉണ്ടാവും, പൂർണ്ണത എവിടെ വരണം, ഇത് അവിടെ വരണം, ഇവിടെ വരണം എന്നൊക്കെ ഉള്ള ഡിസിഷൻ എഡിറ്റിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേസിക്കലി സ്ക്രിപ്റ്റിംഗ് തന്നെയാണ്. സ്ക്രിപ്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഒരുമിച്ചാണ് അത് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ തിരക്കഥ, സംഭാഷണം, സംവിധാനം ഒരാൾ ചെയ്യുന്നതൊക്കെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ എഡിറ്റിങ്ങും സംവിധാനവും ഒക്കെ ഒരാൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു അങ്ങോട്ട് സിനിമയിൽ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ ക്രാഫ്റ്റും ചെയ്യുന്ന ആളുകളായിരിക്കും. ഓക്കെ, സോ ഞാൻ 2-3 വർക്കുകൾ ഐ ഡിഡ് സിനിമോഗ്രാഫി ഫോർ മലയം കുഞ്ഞ് ഓൾസോ. മലയം കുഞ്ഞിന് ഞാൻ ക്യാമറ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഒരു ഇഷ്ടപ്പെട്ട മേഖലയാണ്. നമുക്ക് അതും എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ശരിക്കും ഇപ്പോൾ ഒരു എഡിറ്റ് ചെയ്യുന്ന ഒരാൾ ക്യാമറ ചെയ്യാൻ ഉണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി എല്ലാം കണക്റ്റഡ് ആണ്. നമ്മളെല്ലാ പണിയും പഠിച്ചിരിക്കണം. എല്ലാ പണിയും ആരും നമ്മളെ പറ്റിക്കാൻ പാടില്ല. എല്ലാ പണിയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞാണെങ്കിലും ചെയ്യിപ്പിക്കാം, അല്ലേ? അത് ശരിയാ. ഇപ്പം ഞാൻ പണ്ട് എഡിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യാറില്ല. ഞാൻ പണ്ട് എഡിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് സമയമില്ലാതെ വന്നപ്പോൾ ഞാൻ എഡിറ്ററെ വെച്ചു. ഇപ്പം എനിക്കറിയാം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യിപ്പിക്കേണ്ടത്, ഇതിന് എത്ര സമയം എടുക്കും, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് കറക്റ്റ് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അവർക്ക് ഇപ്പം ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുമ്പോഴാണെങ്കിലും എനിക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ അവിടെ കൊടുക്കും. ഇപ്പോൾ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം എന്ന് പറയും, ഇല്ല ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അന്നേരം തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്കത് എളുപ്പമുണ്ട്.
അതനുസരിച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സ്റ്റോറി ലൈനും പരിപാടി ഉണ്ടല്ലോ. നമുക്ക് അങ്ങനത്തെ സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ സംഭവങ്ങളോ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് ഇല്ലേ, പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലേ? സ്ക്രിപ്റ്റ് വെച്ചിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് ഇല്ലല്ലോ, അതാ പറഞ്ഞത്. നമ്മളങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് അന്നേരം മനസ്സിൽ വരുന്ന കാര്യങ്ങളല്ലേ നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, വ്ളോഗൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും. സോ അത് ഒക്കെ ശരിക്കും വേറൊരാൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് ഒന്നും കൂടെ ടൈം കൺസ്യൂമിങ് ആവേണ്ടതാണ്. ഇപ്പോൾ അതൊക്കെ ഒരു ട്രാക്കിലായി വരുന്നുണ്ട്. സോ അത് ഭയങ്കര ഒരു സംഭവമാണ്. ഈ എഡിറ്റിങ്ങിൻ്റെ ഏതൊക്കെ ടൂൾസാണ് നിങ്ങളിപ്പം സിനിമയൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുക? ഇപ്പം ഞാൻ പൊതുവേ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എഡിറ്റിംഗ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ടൂൾസ്. നമ്മളിപ്പോൾ എഡിറ്റിങ്ങിന് അറിയാവുന്ന ഇപ്പോൾ എപ്പോഴും എഡിറ്റ് എന്താ റിലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഷോട്ട് റിലേഷൻ നിൽക്കുന്നത് അതിൻ്റെ മുമ്പുള്ള ഷോട്ടും അതിന് ശേഷമുള്ള ഷോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് ടൂളിലും എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് ഓൺ ഫിലിംസ്. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഞാൻ തുടങ്ങിയതൊക്കെ ആവിഡിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫൈനൽ കട്ട് പ്രോയിലോട്ട് വന്നപ്പോൾ ഞാൻ വിശ്വരൂപം എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ എഡിറ്റ് ചെയ്ത സമയത്ത് ദാറ്റ് വാസ് മോസ്റ്റ്ലി ഓൺ ഫൈനൽ കട്ട് പ്രോ. ഓക്കെ. ആൻഡ് ദെൻ പിന്നെ ഇപ്പോൾ സി യു സൂൺ ചെയ്യുന്ന സമയത്ത് സി യു സൂൺ വാസ് വെരി കോംപ്ലിക്കേറ്റഡ്. ബിക്കോസ് അത് കാണുന്നവർക്കറിയാം അതിൻ്റെ അത് ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്, ഒരുപാട് സ്ക്രീനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് പ്രീമിയറിലോട്ട് തിരിഞ്ഞു. സോ ഇപ്പോൾ ഞാൻ കുറച്ച് കാലം പ്രീമിയറിൽ ചിലതൊക്കെ ഞാൻ റിസോൾവിലും ഒക്കെ എഡിറ്റ് ചെയ്യും. അങ്ങനെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ പല ടൂൾസ് യൂസ് ചെയ്യും അല്ലേ? കാരണം നമുക്ക് അങ്ങനെ ഒന്നിൽ ഫിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോജക്റ്റ് ഏതാണോ. അപ്പോൾ നമ്മൾ ക്യാമറ അങ്ങനെ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചില സിനിമകൾ റെഡിൽ ഷൂട്ട് ചെയ്യണം, ചില സിനിമകൾ അലക്സയിൽ ഷൂട്ട് ചെയ്യാം, ചിലത് വീണ്ടും ഫിലിമിലോട്ട് തന്നെ മാറിപ്പോയി ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല രീതിയിൽ. ഓക്കെ. പിന്നെ കളറിങ്ങിന് വേറെ കളറിങ് ആക്ച്വലി നമ്മുടെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലല്ല വരുന്നത്. നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ വേറെ സിനിമയിൽ വേറെ ചെയ്യുന്നത്. സിനിമയിൽ ആക്ച്വലി നമ്മൾ ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഒരു വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ് മോസ്റ്റ്ലി ബ്ലെൻഡഡ് വിത്ത് ദ സിനിമോഗ്രാഫർ. DOP ആയിട്ട് ബന്ധപ്പെട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നത്. പിന്നെ ഗ്രേഡ് ചെയ്യുന്ന എഡിറ്റേഴ്സും ഉണ്ട് കേട്ടോ, ഗ്രേഡ് ചെയ്യുന്ന എഡിറ്റേഴ്സും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു ബേസ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇന്ന ടെക്സ്ചറിൽ വേണം, ഇന്ന രീതിയിൽ അത് വേണം എന്നൊക്കെ ഉള്ളൊരു ബേസ് ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കളറിസ്റ്റിൻ്റെ ജോലിയാണ്. ബേസിക്കലി സിനിമ കളറിസ്റ്റുകൾ കൂടുതലായിട്ട് റിസോൾവ് അല്ലെങ്കിൽ ബേസ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോമാറ്റ്. കളറിങ് നല്ലൊരു ടാസ്ക് ആണ്, മാച്ച് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ നോക്കണം, ടൈം കൺസ്യൂമിങ് ആണ്. എഡിറ്റ് ചെയ്യുന്നതിലും കൂടി ചിലപ്പോൾ ടൈം എടുക്കും കളർ ചെയ്യാൻ. കൺസിസ്റ്റന്റ് ആയിട്ട് ലൈറ്റിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ പിടിച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രേഡിങ് ഈസ് വെരി ഈസി. നമ്മൾ കൺസിസ്റ്റൻസി പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹൈലൈറ്റ് കത്തുന്നു, ഇപ്പുറത്ത് നിങ്ങളിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഷാഡോയിലാണ്, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണം, ഇതിനെ ബാലൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇത് ബുദ്ധിമുട്ട് വരുന്നത്. അല്ലാത്ത സമയത്ത് ഇറ്റ്സ് ഓൾ വെരി എന്താ പറയുന്നത്, ഒരു പ്യുവർലി നന്നായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഗ്രേഡിങ് ഇസ് വെരി ഈസി. ശ്രീലങ്കയിൽ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അതായത് നമുക്കിതിനകത്ത് ഡിഫെൻസുമായിട്ട് കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സ്ഥലങ്ങൾ വേണമായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ബിക്കോസ് ഒരു ഫിക്ഷണൽ സ്റ്റോറി ആയതുകൊണ്ടും ഇന്ത്യയുടെ ഒരു പെർമിഷൻ ലിമിറ്റേഷൻസ്, കൊളംബോ പോർട്ടിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, പ്രൈമറിലി നമുക്ക് ഡിഫൻസിൻ്റെതായിട്ടുള്ള ഇന്ത്യയുടെ ഒന്നും കാണിക്കേണ്ട എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ ആദ്യമേ എടുത്തായിരുന്നു. ഫിക്ഷണലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ശ്രീലങ്ക വാസ് വെരി വെൽക്കമിങ്. ഞാൻ പറയുന്നത് ഒരു നമുക്കൊരിക്കലും ഒരു മിഗാണ് നമ്മൾ കാണിച്ചേക്കുന്നത് പടത്തിനകത്ത്. MiG-21 ആൻഡ് F-7 സെയിം ആണ്, സിമിലർ എയർക്രാഫ്റ്റാണ്. മിഗ് ഇസ് ബേസിക്കലി റഷ്യൻ മെയ്ഡ് ആൻഡ് F-7 ഇസ് എ ചൈനീസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു അനക്ഡോട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ശ്രീലങ്കയിൽ ഈ ഇവരുടെ എയർഫോഴ്സിൽ പോയിട്ട് എത്ര F-7 ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇത് അറിയുന്നത്? ബിക്കോസ് ഐ എം എൻ ഇന്ത്യൻ ആസ്കിങ് ഫോർ എ ശ്രീലങ്കൻ എയർക്രാഫ്റ്റ് അല്ല, ആക്ച്വലി അത് ചൈനീസ് എയർക്രാഫ്റ്റാണ്. കാരണം ശ്രീലങ്കയിൽ ഒത്തിരി ചൈനീസ് ആണല്ലോ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പം പക്ഷേ അവർ നമുക്ക് കോക്പിറ്റിലൊക്കെ ക്യാമറ വെക്കാൻ സമ്മതിച്ചു. ആൻഡ് വിത്ത് അലൗഡ് us everything. മറ്റേ കാർഗോ ഫ്ലൈറ്റ് ഒറിജിനലാണ്. ദാറ്റ് ഇസ് C-130 എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റാണ്, ഹെർക്കുലീസ്. അത് ആക്ച്വലി അമേരിക്കൻ ഫ്ലൈറ്റാണ്. അത് അതൊരു UN, ശ്രീലങ്ക നിങ്ങൾക്ക് അറിയാമല്ലോ, യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണെന്നുള്ളത്. യുദ്ധം കഴിഞ്ഞെന്നുള്ളതൊക്കെ ശ്രീലങ്കൻ സിവിൽ വാറിനെ കുറിച്ചൊക്കെ നിങ്ങൾ കുറച്ച് അവെയർ ആയിരിക്കുമല്ലോ. അപ്പം യുദ്ധത്തിൻ്റെ സമയത്ത് UN കൊടുത്തിട്ട് പോയൊരു ഒരു കാരിയറാണ്, ഒരു കാർഗോ ഫ്ലൈറ്റാണ്. പിന്നെ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് എന്നുവെച്ചാൽ ഫ്ലൈ ചെയ്യുന്നില്ല, യു ക്യാൻ ടാക്സി ഇറ്റ്. സോ അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള സീക്വൻസുകൾ എടുക്കാനായിട്ട് നമുക്കത് ഒരു കാർഗോ ഫ്ലൈറ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ശ്രീലങ്ക വാസ് വെരി ഹെൽപ്ഫുൾ. അപ്പോൾ ശ്രീലങ്ക, UK, ഇന്ത്യ, നേപ്പാളിൽ പോയിട്ടുണ്ടോ? അല്ല, ശ്രീലങ്ക ബാക്കു ഉണ്ട്, ബാക്കു ആ എയർപോർട്ട് അസർബൈജാൻ, ബാക്കു അവിടെ ആയിരുന്നല്ലേ? അസർബൈജാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുമായിരുന്നു. മനസ്സിലായത് എങ്ങനെയെങ്കിലും. ബാക്കു കാരണം നമുക്കൊരു എയർപോർട്ട്
എയർപോർട്ട് നിങ്ങൾ പടം കണ്ടാൽ മനസ്സിലാവും. എയർപോർട്ടിൻ്റെ ചെക്ക് ഇൻ ഏരിയ വേണമായിരുന്നു, ഒരു ഫുൾ ഏരിയ വേണമായിരുന്നു, സെക്യൂരിറ്റി ചെക്ക് വേണമായിരുന്നു, എയർ സൈഡ് വേണമായിരുന്നു, എല്ലാം വേണമായിരുന്നു. അപ്പം ഈവൻ കാർഗോ ടെർമിനൽ വേണമായിരുന്നു, എല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു എയർപോർട്ട് കിട്ടത്തില്ല, വലിയ പാടല്ലേ. ഓക്കെ. സോ 3 days വി ഗോട്ട് ഒരു എയർപോർട്ട് ഫുള്ളായിട്ട് നമുക്ക് കിട്ടി. ബാക്കു. ബാക്കുവിലെ ഫങ്ഷണൽ എയർപോർട്ടാണത്? ഫങ്ഷണൽ എയർപോർട്ട്, റിയൽ എയർപോർട്ട്. ശരി, ഞാൻ പോയിട്ടില്ല അവിടെ. നല്ല ആർക്കിടെക്ചർ ആണല്ലേ? അത് കൊള്ളാം. കുറച്ച് യൂറോപ്യനും സോവിയറ്റും മിക്സാണ് ബാക്കു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ. നമ്മൾ ചിലപ്പോൾ ഒരു ബ്ലോക്ക് നമുക്ക് പെട്ടെന്ന് യൂറോപ്യനായിട്ടിരിക്കും, പാരീസിലൊക്കെ എത്തി പോലും ഉണ്ടാവും. കുറച്ച് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ സോവിയറ്റായി. നേപ്പാളൊന്നും പോയിട്ടില്ലല്ലോ? നേപ്പാളിൽ നമുക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. നേപ്പാളിൽ നമുക്ക് പോകണ്ട. പിന്നെ നമ്മൾ ഷാർജയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമ്മിറ്റ് നടന്നിരിക്കുന്ന സ്ഥലം ആക്ച്വലി ഇറ്റ് വാസ് ഷാർജ. പിന്നെ ഡൽഹിയിലാണ് പ്രൈമറി ലൊക്കേഷൻ. നിങ്ങൾക്ക് അറിയാമല്ലോ, തുടങ്ങുന്നതെല്ലാം നടക്കുന്നതെല്ലാം ഡൽഹിയിലാണ്, തീരുന്നതും ഡെല്ലിയിലാണ്. ഇനിയിപ്പോൾ ഇത് ഏത് OTT വരാൻ പോകുന്നത്? ഇത് Z5. അപ്പോൾ ആദ്യമായിട്ടൊരു ഡയറക്ടർ പോഡ്കാസ്റ്റിൽ വരുന്നത്. പിന്നെ സിനിമ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് സിനിമയെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്തായാലും ഹാപ്പി ടു എന്താ പറയുക ഹോസ്റ്റ് യു ഓൺ മൈ പോഡ്കാസ്റ്റ്. കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. പ്രത്യേകിച്ച് സിനിമ കഴിഞ്ഞ് റിലീസ് ആയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളും കൂടെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റി. പാട്രിയറ്റ് കാണാത്ത ആൾക്കാർ പോയി കാണുക, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കിനും. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സുജിത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സോ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കും സിനിമ കണ്ട അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. സിനിമ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. സോ എവരിബഡി ഹാസ് ദെയർ ഓൺ റൈറ്റ്സ്. സോ പിന്നെ കാഴ്ച കാണുക, ആസ്വദിക്കുക എന്ന് പറയുന്നത് ഓരോ ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതിപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ ചിലർക്ക് കടുപ്പം കൂട്ടിയും കടുപ്പം കുറഞ്ഞും മധുരം കൂട്ടിയും മധുരം കുറച്ചും എന്തൊക്കെ വേണമെന്ന് പറയുന്ന പോലെ എല്ലാത്തിലും അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. എന്തായാലും തുടർന്നും ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ലൈക്ക് ദ ഫിലിം. സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത് കേൾക്കുന്ന തന്നെയാണല്ലോ ഒരു ഫിലിം മേക്കറുടെ ഏറ്റവും വലിയ. പിന്നല്ല, കാരണം ഒത്തിരി ആളുകളുടെ അധ്വാനമല്ലേ. അധ്വാനം മാത്രമല്ല, ഞാൻ പറയുന്നത് അധ്വാനത്തിനേക്കാൾ കൂടുതൽ ഒരു സിനിമ തീർച്ചയായിട്ടും പുറത്ത് വന്ന് കാണുമ്പോൾ അതിനകത്തൊരു ടേക്ക് അവേ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയും. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ രാത്രി കണ്ടതിന് ശേഷം രാവിലെ വരെ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ കാര്യമാണ്. യെസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഫിലിംസ്. ഇനി നമുക്ക് സിനിമയ്ക്ക് മുമ്പിൽ ഇരിക്കണം. ഓക്കെ, ഡെഫിനറ്റ്ലി. ഓക്കെ, താങ്ക് യു.